നമ്മൾ 8 ലക്ഷം രൂപയ്ക്ക് ഈ വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അപ്പൊ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നല്ല മനോഹരമായിട്ടുള്ള ലിക്വിഡ് വാൾപേപ്പർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഹാളിലെ സൈസ് വരുന്നത്, അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് റൂം വരുന്നത്. ഒരു ഗ്രേ കളർ ഷെയ്ഡിലെ ടൈലാണ് ഈ റൂമിനകത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള കബോർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഹലോ ഗൈസ്, യൂടെക് ഹോം സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്നുള്ളത് ചെട്ടോണരമ്മയുടെ മണ്ണിലാണ്. ഇവിടെ യൂടെക് ഹോം സൊല്യൂഷൻ പുതിയതായി 8 ലക്ഷം രൂപയ്ക്ക് പണി കഴിപ്പിച്ച വീടിന്റെ വിശേഷങ്ങളാണ് പങ്കുവെക്കാൻ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അച്ഛനോട് ചോദിക്കാം വീടിന്റെ വിശേഷം. 8 ലക്ഷം രൂപയ്ക്ക് 2 ബെഡ്റൂം, ഒരു ബാത്റൂം, ഒരു കിച്ചൺ എല്ലാം ഉൾപ്പെടുന്ന ഒരു വീടാണ്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് നേരെ വീടിന്റെ വിശേഷങ്ങളോട്ട് പോകാം. അപ്പൊ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഈ സൈഡിലായിട്ട് നമ്മൾ ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ സ്റ്റീലിന്റെ ജനലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ജനലിന്റെ സ്റ്റീലിനകത്ത് എഴുതിയിരിക്കുന്നത് ഒരു ഗ്രീൻ കളർ ഷെയ്ഡിലെ പെയിന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ കണ്ടോ, മാംഗോ കളറിലെ പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെടികളൊക്കെ വെക്കാനായിട്ടുള്ള പോർഷൻ ചെയ്തിട്ടുണ്ട്. തടിയാണ് കട്ടള യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡോർ ആണെങ്കിൽ പൂവരശിന്റെ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ടൈല് നല്ല ഭംഗിയുള്ള ടൈലാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഈ ടൈല് തന്നെയാണ് നമ്മൾ ഹാളിലും കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് അകത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പൊ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നല്ല മനോഹരമായിട്ടുള്ള ലിക്വിഡ് വാൾപേപ്പർ ചെയ്തിട്ടുണ്ട്. ഇവിടാണ് നമ്മുടെ TV യൂണിറ്റ് വരുന്നത്. അതേപോലെ തന്നെ സൊമാനിയുടെ ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 5ക്ക് 2.5 സൈസാണ് ടൈല് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഹാളിൽ 2 പാളിയുടെ ജനലും 1 പാളിയുടെ ജനലുമാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ 8 ലക്ഷം രൂപയ്ക്ക് ഈ വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ കുറഞ്ഞ ബ്രാൻഡ് ഒന്നും അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം നല്ല ബ്രാൻഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാള് തന്നെ 5 ലൈറ്റാണ്, 6 വാട്ടിന്റെ ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ലൂക്കറിന്റെ ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഹാളിലെ സൈസ് വരുന്നത് 14ക്ക് 10 ആണ്. ഇനി നമുക്ക് ആദ്യത്തെ റൂമിലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ ഡോറ് വരുന്നത്. ഡോറിന് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു പേസ്റ്റൽ ഗ്രീൻ കളർ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ 2 പാളിയുടെ ജനൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 3 പാളിയുടെ ജനലും കൊടുത്തിട്ടുണ്ട്. 4x2ന്റെ ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേസ് ആയിട്ടുള്ള ഒരു റൂമാണ്. പിന്നെ നമ്മൾ ലെഗ്രാൻഡിന്റെ സ്വിച്ചസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ റൂമിന്റെ സൈസ് വരുന്നത് 8ക്ക് 8.5 ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം. നെക്സ്റ്റ് റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇവിടെ ഒരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ ഒരു പോർഷനിലായിട്ട് ഗ്ലാഡിംഗ് ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കൗണ്ടർ ടോപ്പ് വാഷ് ബേസിൻ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. UPVCയുടെ കിഡിലെ 3D പിക്ചർ വരുന്ന ഒരു ഡോറാണ് നമ്മൾ ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ബാത്റൂമിനുള്ള ഒരു ഗ്രേ ആൻഡ് ഐവറി ഷെയ്ഡിലെ 4x2ന്റെ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ സാധാരണ എല്ലാ ബാത്റൂമിലും ഉള്ളതുപോലെ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ബാത്റൂമിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് റൂം വരുന്നത്. ഇവിടെ നമ്മൾ 2 പാളിയുടെ ജനല് ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട്. ടൈലെല്ലാം നമ്മൾ 4x2ന്റെ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രേ കളർ ഷെയ്ഡിലെ ടൈലാണ് ഈ റൂമിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ റൂമിന്റെ വിശേഷങ്ങളെല്ലാം വരുന്നത്. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. കിച്ചണിൽ നമ്മൾ മാറ്റ് ഫിനിഷ് വുഡൻ ഷെയ്ഡിലെ 4x2ന്റെ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 പാളിയുടെ ജനൽ കൊടുത്തിട്ടുണ്ട് കിച്ചണില്. പിന്നെ ഇവിടെ ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എല്ലാ സോക്കറ്റും കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ എല്ലാ ഫ്രെയിംസും ഒരു ഷെയ്ഡിൽ തന്നെയാണ് കളർ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അടുക്കളയിൽ കബോർഡ് കൊടുത്തിട്ടുണ്ട്. പേസ്റ്റൽ ഗ്രീൻ കളർ ഷെയ്ഡിലുള്ള കബോർഡാണ് കൊടുത്തിട്ടുള്ളത്. നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള കബോർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കിച്ചണിൽ 4x2ന്റെ ബ്ലൂ കളർ ഷെയ്ഡിലെ വാൾ ടൈലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ അടുക്കളയിലെ വിശേഷങ്ങൾ. നമ്മുടെ ഈ പുതിയ വീടിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. മാക്സിമം ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇതിനേക്കാളും പുതുമയാർന്ന വീടിന്റെ വിശേഷങ്ങളുമായി വീണ്ടും വരുന്ന വരെ ഓക്കെ ബൈ. ഉല്ലാസ് ആൻഡ് പൊന്നൂസ്.